ചിക്കൻ നൂഡിൽ ബാസ്ക്കറ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നൂഡിൽസ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ളൊരു ബാസ്ക്കറ്റും അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പൾപ്പി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരല്പം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചില്ലി ചിക്കനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള പൾപ്പി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഈ നൂഡിൽസ് ബാസ്ക്കറ്റിൻ്റെ കൂടെ ഒരുമിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ ഈ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ്റെ പിങ്ക് കളറ് മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളറാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി തുടങ്ങുന്നുണ്ട്. ചിക്കൻ മുഴുവനും നല്ല വൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഈ ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്തോളും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമുക്കൊരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ക്യാരറ്റാണ്. ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാളയും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ടൊമാറ്റോ ചില്ലി സോസാണ്. നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ഉള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാവും. ടൊമാറ്റോ ചില്ലി സോസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും. അപ്പോൾ ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സോസുകൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൂടി വെള്ളം ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി യോജിപ്പിക്കുക. വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഇവിടെ അടച്ചു വെക്കാം. ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മളിപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്കൊരു 2 തുള്ളി റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഫുഡ് കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ
ഈ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കളർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ കറിയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ചേർത്തതിന് ശേഷം കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. കോൺഫ്ലോർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി മാറിയിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ട് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് അതിൽ ചേർത്തിരിക്കുന്ന കോൺഫ്ലോർ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ കോൺഫ്ലോർ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ നല്ല പൾപ്പി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണം. നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണ് നൂഡിൽസ് വേവിക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളത്തിലേക്ക് നൂഡിൽസ് ചേർക്കാം. ഞാനിവിടെ 200 ഗ്രാം നൂഡിൽസാണ് ചേർക്കുന്നത്. 200 ഗ്രാം നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6 കപ്പോളം വെള്ളം ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് മുഴുവനും ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നൂഡിൽസ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാൻ ഉപയോഗിച്ച നൂഡിൽസാണിത്. ചൈനീസ് എഗ് നൂഡിൽസാണ്. ഗോൾഡൻ സ്റ്റാർ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ഞാൻ സ്ഥിരമായിട്ട് ഇതൊന്നല്ല, ഞാൻ മാറിയിട്ട് നൂഡിൽസ് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇതും ഞാൻ മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല നൂഡിൽസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 7-8 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നമ്മുടെ നൂഡിൽസ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. നൂഡിൽസ് കൂടുതൽ വെന്ത് കുഴഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം മുഴുവനും ഒന്ന് പോയി കിട്ടണം. വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇതുപോലെ ഇട്ട് വെക്കാം. വെള്ളം മുഴുവൻ പോയതിന് ശേഷം നൂഡിൽസ് മുഴുവനും ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നൂഡിൽസിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്തിട്ട് നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്കൊരു 3 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഓയിലും കോൺഫ്ലോറും കൂടി നന്നായിട്ട് ഈ നൂഡിൽസിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ ബൗൾ അല്ലെങ്കിൽ മെറ്റൽ ബൗൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു മെറ്റലിൻ്റെ ബൗൾ, സ്റ്റീലാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇതുപോലെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നൂഡിൽസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ബൗളിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഈ നൂഡിൽസ് നന്നായിട്ട് ബൗളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ബൗളല്ല, വേറെ ഏതെങ്കിലും ഷേപ്പിലുള്ള ബൗളാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു ചെറിയ ബാസ്ക്കറ്റ് പോലെ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ബൗളിൽ എനിക്ക് കുറച്ചുകൂടി സൗകര്യമായിട്ട് തോന്നിയത് ഇതാണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ഈ ബൗളിൻ്റെ ഷേപ്പിൽ തന്നെ ഇതുപോലെ അമർത്തി വെച്ച് കൊടുക്കാം. ഈ ബൗളിൻ്റെ അതേ ഷേപ്പിലുള്ളൊരു ബാസ്ക്കറ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് ഞാൻ ഇതുപോലെ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിലൊന്നും അധികം ഗ്യാപ്പില്ലാതെ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നൂഡിൽസ് വെച്ചിരിക്കുന്ന ആ ബൗള് ഇതുപോലെ ഒരു അരിപ്പക്കയിലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അത് നമുക്ക് എണ്ണയിലേക്ക് ഇത് വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മറ്റൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഈ നൂഡിൽസിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ നൂഡിൽസൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും, നല്ലൊരു ബാസ്ക്കറ്റിൻ്റെ രൂപത്തിൽ കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്ട്രെയിനറോ മറ്റോ ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് എണ്ണയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന സ്പൂണ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അത് അവിടെ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. അത് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മുകളിൽ വെച്ചിരിക്കുന്ന സ്പൂൺ ഇതുപോലെ തന്നെ കുറച്ച് സമയം വെക്കണം. നന്നായിട്ട് നൂഡിൽസ് ഫ്രൈ ആവുന്നത് വരെ ഇതുപോലെ വെക്കുക. അതല്ലെങ്കിൽ നൂഡിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊങ്ങി വന്നിട്ട് ബാസ്ക്കറ്റിൻ്റെ രൂപത്തിലൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ മുകളിൽ വെച്ചിരിക്കുന്ന സ്പൂണ് അതുപോലെ തന്നെ വെച്ചിരിക്കുക.
എന്നിട്ട് ബൗളിലുള്ള നൂഡിൽസ് കുറച്ചൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ സ്പൂണ് പതുക്കെ ഇളക്കിയെടുക്കാം. ഇതുപോലെ മറ്റൊരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന സ്പൂണിൽ നൂഡിൽസ് ചിലപ്പോൾ ഒട്ടിയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് വേറൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ സ്പൂണ് മുകളിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് വെച്ചിരിക്കാം. പക്ഷേ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നൂഡിൽസ് പൊങ്ങി വരുമൊന്നുമില്ല. ഈ നൂഡിൽസ് കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പൊങ്ങി വരുമൊന്നുമില്ല. നമുക്ക് ഈ നൂഡിൽസ് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഇനിയും എണ്ണയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയൊക്കെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. ഞാൻ അത്രയ്ക്കൊന്നും ഫ്രൈ ചെയ്യുന്നില്ല. കുറച്ചൊന്ന് ക്രിസ്പിയായി കിട്ടുന്നത് വരെ മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഇതിലുള്ള എണ്ണ മുഴുവനും കളഞ്ഞെടുക്കുക. തിരിച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്പൂണ് താഴെ വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഇളകി വരും. കൂടുതൽ പണിയൊന്നുമില്ല. വളരെ വേഗം ഇളകി വരും. നമുക്ക് ഈ ബൗള് ഇതിൻ്റെ മുകളിൽ നിന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടിയിട്ടുണ്ട്. ഈ ബൗൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു നൂഡിൽ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിരിച്ച് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ നല്ല ബാസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല കുഴിയുള്ള ബൗളൊക്കെ ആണെങ്കിൽ നല്ല ബാസ്ക്കറ്റ്, അതായത് നല്ല കുഴിയുള്ള ബാസ്ക്കറ്റ് പോലെ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബൗൾ എടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു നൂഡിൽ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചില്ലി ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽ ബാസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചില്ലി ചിക്കൻ ഗ്രേവി ഇട്ട് കൊടുക്കാം. നല്ല പൾപ്പി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ നൂഡിൽസ് ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽ ബാസ്ക്കറ്റിൻ്റെ കൂടെ ഈ പൾപ്പി ആയിട്ടുള്ള ചില്ലി ചിക്കനും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് പറഞ്ഞറിയിക്കാനേ വയ്യ. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചില്ലി ചിക്കനും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്